ഹലോ, ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് എന്നത്തെയും പോലെ തന്നെ എൻ്റെ വാട്ട് ഐ ഈറ്റിൻ്റെ ഡേ തന്നെയാണ്. അപ്പോൾ എൻ്റെ ഇന്നലത്തെ വാട്ട് ഐ ഈറ്റിൻ്റെ ഡേ ആണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി കഴിക്കാനുള്ള ഐറ്റംസ് കിച്ചണിൽ നിന്ന് ടേബിളിലേക്ക് എടുത്ത് വെച്ചു. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി എടുക്കുന്നത് പത്തിരിയാണ്. അപ്പോൾ നൈസ് പത്തിരിയും അതിൻ്റെ കൂടെ കറിയായിട്ട് റെഡിയാക്കിയിരിക്കുന്നത് ചിക്കൻ കറിയുമാണ്. പിന്നെ ഒരു കപ്പ് ചൂട് ചായയും. അപ്പോൾ ഞാൻ പ്ലേറ്റിലേക്ക് എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു 2-3 പത്തിരിയും അതിൻ്റെ കൂടെ വളരെ ടേസ്റ്റി ആയിട്ട് നല്ല സ്പൈസി ആയിട്ടുള്ള ചിക്കൻ കറി. അപ്പോൾ കറി എന്ന് പറയുന്നത് കുറച്ച് ഗ്രേവി ആയിട്ട് കുറച്ച് തിക്കായിട്ടാണ് ചിക്കൻ കറി വെച്ചിരിക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറിയും പിന്നെ ഒരു കപ്പ് ചൂട് ചായയും അതൊക്കെ ചേർത്തിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. അപ്പോൾ ഉച്ചയ്ക്ക് ഒരുപാട് കുക്കിംഗ് വിശേഷങ്ങളും കാര്യങ്ങളും ഒന്നും ഷെയർ ചെയ്യുന്നില്ല. എന്നാൽ ഉച്ചയ്ക്ക് എന്തൊക്കെയാണ് പ്രിപ്പയർ ചെയ്തത്, ലഞ്ചിന് എന്തൊക്കെയാണ് റെഡിയാക്കിയതെന്നും അതുപോലെ തന്നെ കഴിക്കുന്നതും ഒക്കെ ഉള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ല പതപ്പിച്ച ഒരു കപ്പ് ചൂട് ചായയും അതുപോലെ തന്നെ നല്ല ചൂട് പത്തിരിയും ചൂട് ചിക്കൻ കറിയും കൂട്ടി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. അപ്പോൾ പത്തിരിയുടെ കൂടെ ഏറ്റവും ഇഷ്ടം എന്ന് പറയുന്നത് മട്ടൻ കറി, ബീഫ് കറി, ചിക്കൻ കറി, ഈ ഒരു കറികളൊക്കെ തന്നെയാണ്. അപ്പോൾ കൂടുതലും പത്തിരി റെഡിയാക്കുന്ന ദിവസങ്ങളിൽ ഇങ്ങനെയുള്ള കറികൾ തന്നെയാണ് നമ്മൾ റെഡിയാക്കുന്നത്. എങ്കിലും ഈ ഒരു നൈസ് പത്തിരി എന്ന് പറയുന്നത് മുട്ടക്കറിയുടെ കൂടെയും പൊട്ടറ്റോ കറിയുടെ കൂടെയും കടലക്കറിയുടെ കൂടെയും എല്ലാത്തിൻ്റെയും കൂടെ ഭയങ്കര ടേസ്റ്റാണ്. എങ്കിലും നമ്മൾ കൂടുതൽ ഇതുപോലെ ഉള്ള ഐറ്റംസിനാണ് പത്തിരി എടുക്കാറ്. പിന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേനും ഫ്രൂട്ടായിട്ട് എന്തെങ്കിലും കഴിക്കാൻ തോന്നി. അപ്പോൾ നമ്മൾ വാട്ടർമെലൺ, അപ്പോൾ ഒരു ബൗള് വാട്ടർമെലൺ നമ്മൾ എടുത്ത് കഴിച്ചു. അതിനുശേഷം പിന്നീട് ലഞ്ചിന് വേണ്ടിയിട്ടുള്ള ചെറിയ കുക്കിങ്ങിലാണ്. അപ്പോൾ നമ്മുടെ മത്തി കുറച്ച് മുഴുപ്പായിട്ടുള്ള നമ്മുടെ നാടൻ മത്തി തന്നെയാണ്. കുറച്ച് മുഴുപ്പുള്ള വലിയ ടൈപ്പ് മത്തിയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ മത്തിയുടെ ഉള്ളിൽ പനിഞ്ഞിലും അതുപോലെ തന്നെ നല്ല നെയ്യ് ഉള്ള മത്തി. അപ്പോൾ അതുകൊണ്ട് തന്നെ മത്തിയൊക്കെ അത്യാവശ്യം മുഴുപ്പുള്ള മത്തിയാണ്. പിന്നെ കറികൾ ഓരോന്നോരോന്നായിട്ട് കിച്ചണിൽ നിന്ന് ഓരോന്നോരോന്നായിട്ട് ടേബിളിലേക്ക് റെഡിയാക്കി വെക്കുകയാണ്. കുറച്ച് തൈരുണ്ടായിരുന്നു, അത് ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി വെച്ചു. പിന്നെ പപ്പടം പൊരിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ പ്രിപ്പയർ ചെയ്ത നല്ല ചൂട് ചോറ്. പിന്നെ മത്തി ഫ്രൈ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ എണ്ണം പൊരിച്ചെടുത്തിട്ടുണ്ട്. മത്തി എന്ന് പറയുമ്പോഴത്തേനും കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ പേസ്റ്റായിട്ട് നന്നായിട്ട് പുരട്ടി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കുറച്ച് കൂടുതൽ നേരം മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നമ്മൾ കോക്കനട്ട് ഓയിലിൽ ഡീപ് ഫ്രൈ ചെയ്തെടുത്തതാണ്. പിന്നെ അതിൻ്റെ കൂടെ കറിയായിട്ട് മുരിങ്ങയില തോരനുണ്ട്, പിന്നെ വൻപയർ മെഴുക്കുവരട്ടിയുണ്ട്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള തനി നാടൻ ഉച്ച ഊണാണ്. ഇന്നും നമ്മൾ പ്രത്യേകിച്ച് ഒഴിക്കാനായിട്ടുള്ള കറികളൊന്നും നമ്മൾ പ്രത്യേകിച്ച് റെഡിയാക്കുന്നില്ല. കാരണം ഈ ഒരു ഡ്രൈ ആയിട്ടുള്ള കറികളും കൂട്ടി ഈ തോരനും മെഴുക്കുവരട്ടിയും ഈ ഫ്രൈ ഒക്കെ ഉള്ളപ്പോഴത്തേനും നമുക്ക് ഒഴിച്ച് കറി എന്ന് പറയുന്നത് ഒരുപാട് താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആവശ്യത്തിനുള്ള ചോറ് വിളമ്പി. പിന്നെ അതിലേക്ക് മുരിങ്ങയില തോരൻ, ഹെൽത്തി തോരൻ, വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി മുരിങ്ങയില തോരൻ. പിന്നെ വൻപയർ, നല്ല വറ്റൽമുളകും അതുപോലെ തന്നെ കൊച്ചുള്ളിയൊക്കെ ചേർത്ത് കറിവേപ്പിലയൊക്കെ ചേർത്ത് നല്ല കടുകിൽ താളിച്ചെടുത്ത നല്ല അടിപൊളിയായിട്ടുള്ള വൻപയർ താളിച്ചത്, മെഴുക്കുവരട്ടി. പിന്നെ കുറച്ച് തൈര് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്ത തൈര്. പിന്നെ മത്തി ഫ്രൈ, കുറച്ച് സൈസുള്ള നമ്മുടെ നാടൻ മത്തിയാണ്. അപ്പോൾ നല്ല കുഞ്ഞു മീൻമുട്ട പനിഞ്ഞിലൊക്കെയുള്ള നെയ്യുള്ള നല്ല വളരെ ടേസ്റ്റായിട്ട് ഇപ്പം പനിഞ്ഞിലൊക്കെ ആയിട്ട് നല്ല നെയ്മത്തിയാണ് കിട്ടുന്നത്, നാടൻ മത്തി. പിന്നെ ഒരു പപ്പടം. അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ ലഞ്ചിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത്. നല്ല തനി നാടൻ ചോറും കറിയും. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള ഒരു കേരള സ്റ്റൈൽ ഉച്ച ഊണ്. അപ്പോൾ ഞാൻ എൻ്റെ ലഞ്ചെന്ന് പറയുന്നത് വളരെ ആസ്വദിച്ച് കഴിക്കുകയാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം മുരിങ്ങയിലയും അതുപോലെ തന്നെ വൻപയർ മെഴുക്കുവരട്ടിയും പപ്പടവും ആ തൈരും അതുപോലെ തന്നെ ഫിഷ് ഫ്രൈയും എല്ലാം ചേർത്തിട്ട് കഴിക്കുമ്പോൾ ഒരു ഭയങ്കര ടേസ്റ്റായിരുന്നു. അപ്പോൾ ആ ഒരു വൻപയർ എന്നൊക്കെ പറയുന്ന ഒരു പ്രത്യേക ടേസ്റ്റാണ്. കാരണം നമ്മൾ വറ്റൽമുളക് ക്രഷ്ഡ് ചില്ലി ഫ്ലേക്സും അതുപോലെ തന്നെ
കൊച്ചുള്ളിയും എല്ലാം കൂടെ ചേർത്തിട്ട് കുറച്ച് കൂടുതൽ എരിവൊക്കെ ഇട്ട് കുറച്ച് ചില്ലി പൗഡറൊക്കെ കൂടുതൽ ഇട്ടിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള വൻപയർ മെഴുക്ക് പുരട്ടി. പിന്നെ മുരിങ്ങയിലത്തോരൻ എന്ന് പറയുന്നത് എനിക്ക് ഈ തൈരിൻ്റെ കൂടെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ എല്ലാം കൂടെ ചേർത്ത് ലഞ്ച് കഴിച്ചു. ലഞ്ചൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേനും മക്കൾക്ക് മിഠായി വേണം, എന്തെങ്കിലും ചോക്ലേറ്റ് വേണമെന്ന് പറഞ്ഞപ്പോൾ ഒരു ജംസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് പൊട്ടിച്ചിട്ട് 2 പേർക്കും എടുത്തു കൊടുത്തു. പിന്നെ അതിനുശേഷം ഞാൻ ചോറിലിട്ട് ലൈറ്റായിട്ട് എന്തെങ്കിലും മധുരം കഴിക്കാൻ തോന്നിയപ്പോൾ നമ്മുടെ മാൽക്കിസ്റ്റിൻ്റെ ചീസി ഫ്ലേവേർഡ് ബിസ്ക്കറ്റ് ഉണ്ടല്ലോ, അപ്പോൾ അതെൻ്റെ കയ്യിലുണ്ടായിരുന്നു. അത് ചോറ് ഉണ്ട് കഴിഞ്ഞതിന് ശേഷം മധുരമായിട്ട് അത് കഴിച്ചു. പിന്നെ ഈവനിങ് ആയപ്പോഴത്തേനും പിന്നെ ചായക്ക് വേണ്ടിയിട്ട് ഉള്ള ഐറ്റംസ് ചക്ക വറുത്തത്. അപ്പോൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുറച്ച് ചക്ക വറുത്തതുണ്ടായിരുന്നു. അപ്പോൾ ചക്ക വറുത്തതും ചേർത്ത് ചായ കുടിക്കുകയാണ്. അപ്പോൾ വൈകുന്നേരം രാവിലെ എടുത്തതുപോലെ തന്നെ ഒരു ചെറിയ കപ്പ് ചായയും ചേർത്തിട്ട് ചക്ക വറുത്തത് കഴിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് ഡിന്നറിന് വേണ്ടിയിട്ടുള്ള ബാക്കി കാര്യങ്ങളും പ്രിപ്പറേഷനും ഒക്കെ നോക്കാം. ഇതിലും ഡിന്നറിനാണെങ്കിലും ഞാൻ വലിയ കുക്കിംഗ് പരമായിട്ടുള്ള കിച്ചൺ വിശേഷങ്ങളും കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യുന്നില്ല. പിന്നെ ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള, വളരെ ക്രിസ്പി ആയിട്ടുള്ള, വളരെ ടേസ്റ്റി ആയിട്ടുള്ള അമ്മച്ചിയുടെ സ്പെഷ്യലായിട്ടുള്ള ചക്ക വറുത്തതും അതുപോലെ തന്നെ ചായയുടെ കൂടെ തന്നെ കുറച്ച് നെയ്യപ്പം എടുത്തായിരുന്നു. ഇതും വീട്ടിൽ നമ്മൾ ഫ്രഷ്ലി പ്രിപ്പയർ ചെയ്തതാണ്. അപ്പോൾ ഈ സിപ്പ് ലോക്കിൽ തന്നെ നമ്മൾ സേഫായിട്ട് ഇട്ട് വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ അത് ഒരുപാട് തണുത്ത് ചീത്തയായി പോകത്തില്ല. അപ്പോൾ ചായയും വൈകുന്നേരം ഈവനിങ്ങിൽ ടീ ആൻഡ് സ്നാക്കിന് വേണ്ടി എടുത്തിരുന്നത് നമ്മൾ ചക്ക വറുത്തതും അതുപോലെ തന്നെ നെയ്യപ്പമായിരുന്നു. അപ്പോൾ അതൊക്കെ ചേർത്ത് നമ്മുടെ ചായ കൂടി പരിപാടി കഴിഞ്ഞു. അതിനുശേഷം രാത്രി ഡിന്നറിന് വേണ്ടി നമ്മൾ എടുത്തിരുന്നത് രാവിലത്തെ പത്തിരിയുടെ ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ നൈസ് പത്തിരിയും നമ്മൾ രാവിലെ കഴിച്ചതിൻ്റെ ബാക്കിയായിട്ട് കുറച്ച് ചിക്കൻ കറിയും അതുപോലെ തന്നെ ബീഫ് നല്ല തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് നല്ല ബീഫ് ഡ്രൈ ഫ്രൈ എന്ന് പറയും. അപ്പോൾ അങ്ങനെ നല്ല ഡ്രൈ ആയിട്ട് കുറച്ച് ബീഫ് റോസ്റ്റ് ചെയ്തെടുത്തത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഡിന്നറിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ഫുഡെന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് കഴിക്കാനുള്ള ഫുഡ് എടുക്കുകയാണ്. പത്തിരിയും ചിക്കൻ കറിയും അതുപോലെ തന്നെ ബീഫ് ഡ്രൈ ഫ്രൈയും എല്ലാം കൂടെ ചേർത്തിട്ട് രാത്രിത്തെ ഡിന്നറിനും കൂടെയുള്ള ഞാൻ വിളമ്പി എടുക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കഴിഞ്ഞ ദിവസത്തെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ എന്ന് പറയുന്നത്. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡിലീഷ്യസ് ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഹോംലി മീൽസാണ്. അപ്പോൾ വീക്ക് ഡേ ആയതുകൊണ്ട് നമ്മൾ കംപ്ലീറ്റ് ഹോംലി മീൽസ് കുക്കിങ്ങും കഴിക്കലും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ വീക്കെൻഡ് ആകുമ്പോഴത്തേനാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്തു പോകലും പുറത്തുനിന്നുള്ള കഴിക്കലും വിശേഷങ്ങളും ഒക്കെ. അപ്പോൾ എൻ്റെ ഈ ഒരു വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ, എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, അതുപോലെ തന്നെ ഈവനിങ് ടീ, സ്നാക്ക്, ഡിന്നർ എല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ എൻ്റെ ഡിന്നർ കഴിക്കട്ടെ. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നൈസ് പത്തിരിയും ചിക്കൻ കറിയും ബീഫ് ഡ്രൈ ഫ്രൈയും ചേർത്തിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഡിന്നർ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.